എല്ലാവർക്കും ആരസ് വെയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും കരുതുന്നു. അപ്പോൾ ഇന്നും ഞാൻ 5 നൈമുമായിട്ടാണ് വന്നേക്കുന്നത്. 2 കപ്പിൽ നൈമും 1 അല്ലാത്ത നൈമുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ലെറ്റർ എസ്. എസ്സിന് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ സാലഡില്ലേ, തൈരൊക്കെ ഒഴിച്ച് ഉള്ളിലേക്ക് ഇട്ടുണ്ടാക്കുന്ന അതാണ് എടുത്തേക്കുന്നത്. ഓക്കെ. ഈക്കാണ് സാധനങ്ങൾ കിട്ടാൻ വലിയ ക്ഷാമം. അതുകൊണ്ട് ഞാൻ എലൈറ്റിന്റെ കേക്കാണ് എടുത്തേക്കുന്നത്. എൽ, ലെമൺ. സൂപ്പർ. സാലഡ്, കേക്ക്, ലെമൺ. V for വെണ്ടയ്ക്ക. എക്ക് ഞാൻ എടുത്തേക്കുന്നത് അമരയ്ക്ക. ആറിന് രസഗുള. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല ഇത് സാധനം. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. രസഗുള ഭയങ്കര മധുരമാണ്. മറ്റേ ഉണ്ട് എന്തെന്ന് സാധനമാണെന്ന് എനിക്കറിയില്ല. നല്ല സോഫ്റ്റാണ്, കൊള്ളാം. എക്ക് അണ്ടിപ്പരിപ്പ്. ജെയ്ക്ക് നമ്മൾ എടുത്തേക്കുന്നത് ജ്യൂസി ഡ്രോപ്സ് ആണ്. ഇതും ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് സാധനം. അപ്പൊ പേര് വന്നേക്കുന്നത് ശെൽവരാജ്. അത് വേറെ ആരുമല്ല, എൻ്റെ പപ്പയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈമിലോട്ട് പോവാം. ഫസ്റ്റ് ലെറ്റർ പി, പഞ്ചസാര. മധുരത്തിൽ ഞാനിങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ആർ, രസം. അപ്പുറത്ത് സാലഡ് ആണെങ്കിൽ ഇപ്പുറത്ത് രസം. ആഹാ, വാട്ട് എ കോമ്പിനേഷൻ. പഞ്ചസാര, രസം. എക്ക് നമ്മൾ അരിമുറുക്കെടുത്തിട്ടുണ്ട്. യെസ് ഫോർ സ്നിക്കേഴ്സ്. ഈക്ക് നമ്മൾ, നിങ്ങൾ വിചാരിക്കാത്തൊരു സാധനമാണ് ഞാൻ എടുത്തേക്കുന്നത്, ഇല. വീണ്ടും വീണ്ടും വന്നതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ കുറവായതുകൊണ്ടും നമ്മൾ വീണ്ടും എലൈറ്റിന്റെ കേക്ക് തന്നെയാണ് ഈക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, നേരത്തെ കഴിച്ചതിന്റെ ബാക്കിയാണ്. ഡി ഫോർ ദോശ. ഇന്ന് രാവിലെ ഇവിടെ ദോശയായിരുന്നു, സോ അതുകൊണ്ട് ദോശ എടുത്തു. ലാസ്റ്റ് ലെറ്റർ എക്ക് അമൂല്യയുടെ പാൽപ്പൊടി. അപ്പോൾ നൈം വന്നേക്കുന്നത് പ്രസീത. അപ്പോൾ എല്ലാ പ്രസീതമാർക്കും ശെൽവരാജിനെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ ഫസ്റ്റ് കപ്പിൽ ചലഞ്ചിൽ ഫുള്ള് ഒന്ന് മധുരത്തിന്റെ കളികളായിരുന്നു. അയ്യോ, പഞ്ചസാര, രസഗുള, പാൽപ്പൊടി ഒന്നും അറിയണ്ട, എല്ലാം മധുരത്തിന്റെ കളികളായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത ചലഞ്ചിലോട്ട് പോവാം. എസ്സിന് ഞാൻ ഷുഗറാണ് എടുത്തേക്കുന്നത്. എക്ക് ആൽബല്ലിബെ. ജെക്ക് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ സ്വന്തം ജാക്ക് ഫ്രൂട്ട്.
ഇത്രയും നേരം ഇതൊക്കെ കഴിച്ചല്ലേ. അപ്പം ഐക്ക് ഞാൻ എടുത്തേക്കുന്നത് ഐസ് വാട്ടർ. ഇനി അല്പം വെള്ളം കുടിക്കാം. ടീ. ടീക്ക് നമ്മുടെ സ്വന്തം ട്രീറ്റ്. എച്ചിന് ഹണി. അപ്പൊ നൈം വന്നേക്കുന്നത് സജിത്ത്. അപ്പൊ എല്ലാ സജിത്തുമാർക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സജിത്ത് വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം ബ്രദറാണ്. അപ്പോൾ ഇനി അടുത്ത ലെറ്റർ നോക്കാം, അല്ല അടുത്ത നൈം നോക്കാം. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ എ, അരി. കേക്ക് നമ്മൾ എന്തായിരിക്കും എടുക്കുക? കെ എന്ന് ഓർമ്മ വരുമ്പോഴേ, കെ എന്ന് പറയുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്തോന്നാണ്? കിറ്റ്കാറ്റ്. യെസ്, ഞാനും അത് തന്നെയാണ് എടുത്തേക്കുന്നത്. യെസ്സിന് സാൾട്ട്. ഇച്ചിരി ഉപ്പ് എടുക്കാം. ഉള്ള മധുരം എല്ലാം കൂടെ കഴിച്ച് അതിൻ്റെ കൂടെ ഈ ഉപ്പ് കൂടെ കഴിക്കുമ്പോഴത്തേക്ക് സുഖം. അപ്പൊ സാൾട്ട്. എച്ച്, ഹോർലിക്സ് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ഹോർലിക്സ് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ഹോർലിക്സ് ബിസ്ക്കറ്റ്. എക്ക് നമ്മൾ ഈ എല്ലാ പേരുകളുടെ കൂടെയും കൂടുതലായിട്ടും വരുന്നത് ഈ എ. ഞാനിപ്പോൾ ഈ എടുത്ത 2 വീഡിയോയിലും കൂടുതലായിട്ടും എനിക്ക് വന്നത് എ, ഇ ഒക്കെയാണ് വന്നത്. അപ്പം നമ്മൾ എക്ക് ഇവിടെ അച്ചാറാണ് എടുത്തത്. വൈക്ക് നമ്മുടെ സ്വന്തം ഇപ്പി. ലാസ്റ്റ് ലെറ്റർ എക്ക് നമ്മൾ എ ഫോർ ആപ്പിൾ. ആപ്പിളിൽ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പൊ നയം വന്നേക്കുന്നത് അക്ഷയ. കപ്പിൾ നയമായിരുന്നു സജിത്ത്, അക്ഷയ. അപ്പൊ എല്ലാ സജിത്തുമാർക്കും എല്ലാ അക്ഷയമാർക്കും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ നൈം മീറ്റിംഗ് ചലഞ്ചിലെ അവസാന നൈം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ലെറ്റർ ജെ. ജെക്ക് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ സ്വന്തം ജാമാണ്. ജാം. നെക്സ്റ്റ് ലെറ്റർ ഐക്ക് വീണ്ടും നമ്മുടെ ഐസ് വാട്ടർ. ഐസ് വാട്ടർ എടുത്തോണ്ട് വെച്ചിരുന്നതാണ്. തണുപ്പൊക്കെ പോകും. ടീക്ക് നമ്മുടെ സ്വന്തം ടൊമാറ്റോ സോസ്. എച്ചിന് ഹോട്ട് വാട്ടർ. ലാസ്റ്റ് ലെറ്റർ യു. ഉഴുന്നാണ് എടുത്തേക്കുന്നത്. നൈമ വന്നേക്കുന്നത് ജിത്തു. അതും എൻ്റെ സ്വന്തം ബ്രദറാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വായിൽ മൊത്തം മധുരവും പുളിപ്പും വല്ലാത്തൊരു ടേസ്റ്റ് വായിക്കാത്ത. അപ്പോൾ ഇന്ന് കൂടുതലും മധുരമായിട്ടുള്ള ഐറ്റംസാണ് കൂടുതലായിട്ട് കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഫുള്ള് മധുരിച്ചിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നത് വരെ ടാറ്റാ.